കുറേ നാളായിട്ട് മാറ്റി മാറ്റി വെച്ചേക്കുന്ന ഒരു യാത്രയിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. തലേ ദിവസമേ അച്ഛനമ്മമാരും അവിയും എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നാലും ഒരു 7:30 ആയപ്പോഴത്തേനും കോവിലിൽ പോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങി. പോകുന്ന വഴി ജസ്റ്റ് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ആദ്യം ഞങ്ങൾ എത്തിയത് നെല്ലുവായ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലേക്കാണ്. അകത്ത് കയറി തൊഴുത് പ്രസാദം വാങ്ങി പുറത്തിറങ്ങി. എന്നിട്ട് പ്രസാദങ്ങളൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ചേർന്നിട്ട് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത യാത്ര സ്റ്റാർട്ട് ചെയ്തു. അടുത്ത് ഞങ്ങൾ എത്തിയത് ഉത്രാളിക്കാവ് ഭഗവതി ടെമ്പിളിലേക്കാണ്. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഗ്രീനറി ആയിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ വന്ന സമയത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്ര പച്ചപ്പിൽ എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കോവിൽ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ അകത്ത് കയറി തൊഴുത് ഇറങ്ങിയപ്പോൾ തന്നെ ട്രെയിൻ വരാൻ ടൈമായിരുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചയും ഞങ്ങൾക്ക് കാണാൻ പറ്റി. അരുണിമഹിയറല്ലേ? അതെ. ഒരു ഫോട്ടോ എടുത്തോട്ടോ ചേട്ടാ. അമ്മ ഞങ്ങൾ അടുത്തെത്തിയത് വാഴാലിക്കാവ് ക്ഷേത്രത്തിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ നട അടച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അകത്ത് കയറി തൊഴുവാനൊന്നും പറ്റിയില്ല. എന്നാലും പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒഴുകുന്നത് ഭാരതപ്പുഴയാണ്. ഇവിടെ വെച്ചിട്ടാണ് അജഗജാന്തരം സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത്. അടുത്ത് ഞങ്ങൾ യാത്ര തിരിച്ചത് പാലക്കാടോട്ടാണ്. ഞങ്ങൾ 2 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് വരുന്നത് ഇതാദ്യമായിട്ടാണ്. പാലക്കാട് ഞങ്ങൾ മെയിനായിട്ട് പോയത് കൊല്ലങ്കോടാണ്. കൊല്ലങ്കോട് താമരപ്പാടം വ്യൂ പോയിന്റ്, പിന്നെ ചെല്ലഞ്ചേട്ടൻ്റെ ടീ ഷോപ്പ് വഴി കറുപ്പസ്വാമിയുടെ ക്ഷേത്രം. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കൊല്ലങ്കോടെന്ന് തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കൊല്ലങ്കോടെന്ന് തിരിച്ചത്. അടുത്ത് ഞങ്ങൾ പോയത് ഈ ട്രിപ്പിൻ്റെ തന്നെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക്, ഇഷ യോഗ സെൻറ്റർ. എൻ്റെയും ചേട്ടൻ്റെയും 2ാമത്തെ പ്രാവശ്യത്തെ വിസിറ്റാണ് ഇഷയിലോട്ട്. ഞങ്ങൾ ആദ്യം ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ആദിയോഗിയുടെ പ്രതിമ കാണാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷേ ഞങ്ങളിവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു യോഗ സെൻറ്റർ തന്നെ ഇവിടെ ഉണ്ടെന്ന് അറിയണത്. അകത്ത് ഫോൺ അലോഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അകത്ത് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് മൈൻഡ് റിലാക്സ് ആവണം എന്നുള്ളവർക്ക് മസ്റ്റായിട്ട് ഇവിടെ വരാൻ പറ്റും. അവരുടെ വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ അവരുടെ സ്റ്റേയും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടും. ഞങ്ങൾ എത്തിയപ്പോൾ ലേറ്റായി, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഒരു 1 ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഏരിയയാണത്. നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാനും നമ്മൾ മൈൻഡൊക്കെ ഒന്ന് കാമാക്കാനും പറ്റുന്ന ഒരു ഇടം തന്നെയാണ് ഇഷ യോഗ സെൻറ്റർ. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ തന്നെ 7:15 ആയി. 7:30 തൊട്ട് ലൈറ്റ് ഷോ തുടങ്ങും. പിന്നെ ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. പിന്നെ ലൈറ്റ് ഷോയും നല്ല ഭംഗിയാണ്. അതിൻ്റെ ഒരു സ്റ്റോറി തന്നെ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. മസ്റ്റ് വാച്ചായിട്ടുള്ളൊരു, നേരിട്ട് തന്നെ കാണണം. നമ്മൾ ഫോണിലൊന്നും കണ്ടാൽ അതിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി കിട്ടത്തില്ല. നേരിട്ട് തന്നെ വന്ന് കാണേണ്ട ഒരു ടോട്ടലി വെർത്തായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഇഷ യോഗ സെൻറ്റർ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ച് രാത്രി വീട്ടിലേക്ക് യാത്രയായി. ഞങ്ങൾ പാരൻസുമായിട്ടുള്ള ഈ ഒരു യാത്ര ഇന്ന് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പക്ഷെ അടുത്ത ദിവസം വീണ്ടും അത് തുടരുന്നതാണ്. അതിന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെക്കൻഡ് പാർട്ടിലേക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.